ഷെഡിപ്പൂരിന്റെ ഫസ്റ്റ് റൗണ്ട് ആണ് അപ്പൊ റഡാർ വേഴ്സസ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അതായത് മൂന്നാമത്തെ വട്ടം ഈ റിങ്ങിന്റെ വെളിയിൽ പോയാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. പിന്നെന്ന് പറയുന്നത് സ്പാം ചെയ്യരുത്. നമ്മൾ ഇടി ഇങ്ങനെ തുടച്ചായിട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുമല്ലോ, അത് ഫൗളാണ്. അത് ഫൗള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കോ? അല്ല, അത് ചെയ്യാൻ പാടില്ല. അത് നമുക്കൊരു ഇതുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യൂല അതിനിടയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ എന്ത് കണ്ടാ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോളാം. ഡിസ്ക്വാളിഫൈ ആണ്. പിന്നെ നമ്മൾ അപ്പോഴത്തെ തീരുമാനം എടുക്കാം. ഓക്കെ, പിന്നെ ഹീലബിൾസ് യൂസ് ചെയ്യരുത്. ഓക്കെ, മനസ്സിലായല്ലോ ചിൻഡു ബാബു? എല്ലാ ആളുകളും ആ കയറിന്റെ കുറച്ച് മാറി നിൽക്കേണ്ടതാണ്. ബിലാൽ മാറി നിൽക്കേണ്ടതാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങേണ്ടതാണ്. ഓ, നല്ല ഇടി തിരിഞ്ഞടിക്കുന്നു. ഓ ഓ, കൈത്തടിക്ക് അടിച്ചു. അതാ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശേറിയ പോരാട്ടം. അതാ തിരിച്ചടി. റൗണ്ട് വണ്ണില് റഡാർ ഇതാ മണ്ണിനോട് നിലംപതിച്ചിരിക്കുന്നു. മത്സരം ഷിൻഡോ ബോബ് കരസ്ഥമാക്കിയിരിക്കുന്നു. വയറത്രയാണെങ്കിലും ആളെ സ്ട്രെങ്ത് അത്രയുണ്ട്. അത് എത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാസപ്പ. ആ വയർ പവർഫുൾ ആ വയറിലാണെന്നാ തോന്നുന്നത്. ബിനുബോസ് ആ ഷിൻഡോയുടെ ലാസ്റ്റത്തെ ആടി ശ്രദ്ധിച്ചു. അതോടെ ആളാ കയറിന്റെ ഇടയിലേക്ക് അങ്ങോട്ട്. അതെ 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 അതെ. കളി അങ്ങനെ അവസാനത്തെ ഒരു അടിയില് ആളങ്ങ് ഇല്ലാണ്ടായി. റൗണ്ട് വന്നപ്പോ ആദ്യ റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലേക്ക് കളി ചീറ്റപ്പുലിയുടെ വേഗതയും കാട്ടുപോത്തുമായി റഡാറും മറുഭാഗത്ത് കളി അങ്ങനെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കളി ഏതാനും നിമിഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടുപേരും തയ്യാറായിരിക്കുക. അപ്പോ റെഡി, 1 2 3 സ്റ്റാർട്ട്. കളി തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു ഷോട്ടിലേക്ക് പോയി. കളി വിജയിച്ചപ്പോൾ ഇതുപോലെ തിരിച്ചെടുക്കും എന്നാണ് ആ ചോദ്യത്തിന്റെ. ആദ്യം ഒരു ഫൗൾ ചെയ്തിരിക്കുന്നു. ആ സ്കില്ല് കണ്ടു ഓരോ ഷോട്ടിന്റെയും. അത്രയും 10 റൗണ്ട് പോലെ സെക്കൻഡ് റൗണ്ടിൽ പെർഫോം ചെയ്യാതെ റഡാർ ഒരേ അടി. റഡാർ ഒരാൾ തുയച്ചടിക്കുമെന്ന് തോന്നുന്നു. റഡാർ അത്രേ ഉള്ളൂ. കളി തിരിച്ചെടുത്തുകൊണ്ട് ആദ്യ പകുതിയിൽ എങ്ങനെ കളി പെർഫോം ചെയ്ത് അതുപോലെ അതിന്റെ 2 ഇരട്ടിയായി പെർഫോം ചെയ്യാനായിട്ട് അവൻ വീണ്ടും നിലംപതിപ്പിച്ചു. ആദ്യ റൗണ്ടിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതുപോലെ തന്നെയാണ് സെക്കൻഡ് റൗണ്ടിലും. ദാസപ്പൻ എന്ത് പറയാനുണ്ട് ഈ കളിയെ പറ്റി? അതേ ബിനുബോസ് ബെസ്റ്റ് ഓഫ് 3-ലെ ആദ്യത്തെ രണ്ട് മത്സരവും ഇതാ ഷിൻഡോ ബോബ് കരസ്ഥമാക്കിയിരിക്കുന്നു. സത്യാണ് ദാസപ്പ. ശരീരം നോക്കിയാൽ തന്നെ മനസ്സിലാവും ആളെ. ഒരു ഫിറ്റ് അല്ലാത്ത ആളാന്ന് തോന്നി കേട്ടോ.